എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം നമ്മുടെ സുഹൃത്ത് ശിവദാസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം ധാരാളം പാചക പരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു കുക്ക് കൂടിയാണ്. അപ്പോൾ ഇന്ന് 1-2 വ്യത്യസ്തമായ വിഭവങ്ങൾ പാചകം ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ഒരു ചോദ്യം, ശിവദാസ്, അപ്പം ഇന്ന് എന്തൊക്കെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് പാൽപുട്ട്. അതിനുള്ള ചേരുവകളെല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്ക് പാൽപുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂട്ടാനുള്ള ഒരു പ്രക്രിയയാണ് ബാക്കിയുള്ളത്. ആദ്യം നമുക്ക് പാൽപുട്ടിനുള്ള പൊടി ഇവിടെ വെച്ചിട്ടുണ്ട്, അരിപ്പൊടി, പുട്ടുപൊടി. അതിലേക്ക് അല്പം തേങ്ങ നമ്മൾ ഇടുന്നു, അല്പം ജീരകം ചേർക്കുന്നു, ഉപ്പ്. ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്, അല്പം മധുരത്തിനൊരു അല്പം പഞ്ചസാര, ഒരു സ്പൂൺ മതി, അത്രയേ ഉള്ളൂ, മതി. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും പഞ്ചസാരയും കൂടി അല്പം ചേർത്താൽ. അതൊക്കെ നമ്മളുടെ ഒരു യുക്തി പോലെ ചെയ്യാം. നെയ്യ് അല്പം ഒഴിക്കാം. ഇനി നമ്മളിത് പാല് വെച്ച് മിക്സ് ചെയ്തു. പാല് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് പാൽപുട്ട് എന്ന് പറയുന്നത്. അത് മലപ്പുറം ഭാഗത്തെ ഒരു ശൈലിയാണ്. മലപ്പുറത്ത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വിഭവമായിരിക്കും അല്ലേ? അവരുടെ ഒരു പ്രഭാതം ഭക്ഷണത്തിൽ ഉൾപ്പെട്ട ഒരു വിഭവമാണത്, പാൽപുട്ട്. ഇത് ആവി കയറ്റി എടുക്കും. അതായത് ഇത് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. പാലിൽ തന്നെ കുതിർത്തെടുക്കും ഈ പൊടി. എന്നിട്ട് അത് ഇഡലിച്ചെമ്പിൽ വെച്ച് പുഴുങ്ങി കട്ട് ചെയ്തെടുക്കും. അതാണ് ഇതിന്റെ ഒരു രീതി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാൽപുട്ട് എന്നുള്ളത്. ഇത് ദേപ്പുട്ടിലുള്ള പല ടൈപ്പ് പുട്ടുകളും ഇതൊക്കെ കണ്ടിട്ടുമുണ്ട്. ദേപ്പുട്ടിൽ പാൽപുട്ടില്ല എന്ന് തോന്നുന്നു. ആ വിഭവം അവിടെ അവര് ഞാൻ ആദ്യമായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇതാണ് ശിവദാസന്റെ പുതിയ കണ്ടുപിടുത്തം എന്ന് പറയാൻ പറ്റില്ല. ഇത് പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഐറ്റം. അധികം നമ്മൾ കണ്ടുപരിചയമില്ലാത്ത ഒരു വിഭവം. അല്ല, ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? പഞ്ചസാര ഇട്ട് ശരി മിക്സ് ചെയ്യാം അല്ലെ? അതെ. ഇതിലിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് പുട്ടുപൊടി കൂടാതെ തേങ്ങ ചിരകിയത്, ഉപ്പ്, ജീരകം, അല്പം പഞ്ചസാര, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇരിക്കുന്നതോറും ഇത് കട്ടിയായി വരും. ഇനി നമ്മൾ മാവ് കോരി ഒഴിക്കാൻ സമയത്ത് അല്പം കൂടി പാല് ചേർത്ത് ഒന്നും കൂടി ലൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. ഏകദേശം ഒരു 1/2 കിലോ പൊടിക്ക് 2 പാക്കറ്റ് പാല് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ പാൽപുട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഇതിപ്പോ ഞാനത് അത്യാവശ്യം ഒന്ന് സമയം വെക്കേണ്ടി വരും, ഒരു 15 മിനിറ്റ്. പാൽപുട്ടിന്റെ നമ്മൾ നോക്കി. അപ്പോൾ ഇതിന്റെ ബാറ്റർ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ വീണ്ടും പാല് ചേർത്ത് അതൊന്ന് ഇങ്ങനെ കുഴയ്ക്കാം. അപ്പൊ അത് ചെറിയ പരുവത്തിലാവണം. അല്ല, പുട്ടിന്റെ പരുവല്ല അത്. ഏകദേശം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വരിക. ആ രീതിയിൽ വേണം നമ്മൾ അത് പുഴുങ്ങിയെടുക്കേണ്ടത്. ഓക്കെ. അത് പുഴുങ്ങുന്നത് നമ്മുടെ ഇഡലിച്ചെമ്പില് വെച്ച്. ഇഡലിച്ചെമ്പിലാണല്ലേ? ഇഡലിച്ചെമ്പില് ഇഡലിത്തട്ടില് പ്ലേറ്റ് വെച്ച് അതിൽ നമ്മൾ ഇത് കോരി ഒഴിച്ച് പുഴുങ്ങിയെടുക്കും. നമ്മൾ പാൽപുട്ട് തയ്യാറാക്കാൻ പോകുകയാണ്. കണ്ടോ? പാൽപുട്ടിൽ നമ്മളൊരു ഒരു പ്ലേറ്റിൽ ഒരു നെയ്യ് തടവിയ പ്ലേറ്റ്, അതിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുകയാണ്. ആക്ച്വലി പുട്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ അല്ല ഇത്. അല്ല, വ്യത്യാസമുണ്ട്. പ്രോസസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ശരിക്കും സ്റ്റീം കേക്ക് പോലെ ഇരിക്കും. സ്റ്റീം കേക്ക് വേവിച്ചെടുക്കുകയാണ്. അതാണ്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഈ ഇഡലി കുക്കറിലാണ് ഇത് ചെയ്യാൻ പറ്റിയത് അല്ലേ? അതെ. ഇനി അത് എത്ര മിനിറ്റ്? ഒരു 15 മിനിറ്റ്. 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് റെഡിയാവും. കുറച്ചും കൂടെ വേവുണ്ടല്ലേ? കുറച്ചും കൂടി വേവാനുണ്ട്. നടുക്ക് കുറച്ചും കൂടി വേവാനുണ്ട്. പാൽപുട്ട് ഏതാണ്ട് റെഡി ആയല്ലേ? ഇതിന് ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതെ. റെഡി. അങ്ങനെ പാൽപുട്ട് റെഡിയായി അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചെടുത്താൽ മതി.